ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനി വോയിസ്. ഇറ്റ്സ് മീ റാണി. അപ്പം ബ്രഷ് വെച്ചിട്ട് ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു DIY ആണ്. അപ്പം ഏത് കളർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഫ്ലവേഴ്സ് വരയ്ക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു വയലറ്റ് പോലത്തെ ഒരു പെയിൻ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു 5 എതൾ വരുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചു. ജസ്റ്റ് ഒരു പൂവിൻ്റെ ഒരു ഷേപ്പ് വരുന്ന പോലെ അങ്ങ് ചെയ്തു. ഭയങ്കര ക്വിക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ആദ്യം ഞാൻ കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചങ്ങ് നിരത്തി. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി റൗണ്ടായിട്ട് ഫ്ലവർ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഈ ബ്രഷ് വെച്ചിട്ട് എനിക്ക് ഈസിയായ രീതിയിലാണ് ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്തേക്കുന്നത്. ഒരു കുറേ ഫ്ലവേഴ്സ് വരച്ചു. ഇനി അതിന് നമുക്കൊരു ചെടീനെ വരയ്ക്കണം. ഞാൻ ആ ഫ്ലവേഴ്സ് ഓരോ ഫ്ലവേഴ്സിൽ നിന്നും താഴത്തേക്ക്, അതായത് ആ ഒരു ചെടിയുടെ ലീവ്സ് ഒക്കെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് താഴെയാണ്, അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെ ഞാൻ അതിൻ്റെ തണ്ടുകളെല്ലാം വരച്ചു. അപ്പം എല്ലാ ഫ്ലവറിൽ നിന്നും താഴത്തേക്ക് ഞാനത് വരച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ കളറാണ് എടുത്തത്. ലൈറ്റ് ഗ്രീനോ അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനോ ഉപയോഗിച്ചിട്ട് ഇത് വരയ്ക്കാവുന്നതാണ്. ആ ഒരു നൈസായിട്ടുള്ള ബ്രഷ് തന്നെയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തത്. അതിനുശേഷം കുറച്ച് വലിപ്പമുള്ള ഇലകൾ അതിൻ്റെ അടിയിൽ വരച്ചു കൊടുത്തു. ജസ്റ്റ് ഇത് ചെടിയിൽ നിൽക്കുന്നതൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ലീവ്സ് വരച്ചിട്ട് അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് വരച്ചത്. കാരണം ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. ആ ഒരു ഇങ്ങനെ വരച്ചേക്കുന്ന തണ്ട് ഇങ്ങനെ വെറുതെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നൈസായിട്ട് കുറച്ച് ലീവ്സ് അവിടെയും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ അതിൻ്റെ അകത്തൊരു ജസ്റ്റ് ഒരു വൈറ്റ് കളർ ഒരു പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. അത് വേണമെങ്കിൽ വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഇത്തിരി പോർഷൻ വിട്ടിട്ട് ആ ഫ്ലവേഴ്സ് വരച്ചാലും മതി. അത് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടുക്കൊരു പെയിൻറ് കൊണ്ടിട്ട് തന്നെ വൈറ്റിൻ്റെ പെയിൻറ് കൊണ്ടിട്ട് ഒരു കുത്തിട്ട് കൊടുത്താണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.